അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം, നീ പറയുക എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. പറഞ്ഞു പ്രാർത്ഥിക്കുന്നതിനകത്ത് ദൈവപ്രവർത്തികൾ പ്രകടമാകും. ദൈവത്തിന്റെ ശക്തി അവിടെ വെളിപ്പെടാൻ തുടങ്ങും. വചനം വായിക്കുകയാണ് 10-ാം അധ്യായം 46 മുതലുള്ള വാക്യങ്ങൾ. അവിടെ എഴുതിയിരിക്കുന്നത് അന്ധനായൊരു മനുഷ്യന്റെ പ്രാർത്ഥനയെ കുറിച്ചാണ്. ആരുടെ ആയിരിക്കും പ്രാർത്ഥന? ബർത്തേമിയൂസ്. നിങ്ങൾക്ക് കാണാപ്പാടം അറിയുന്നൊരു വാക്യമാണ്. എൻ്റെ പ്രസംഗമോ പ്രഭാഷണമോ ഒരു ഉപദേശമോ ആവശ്യമില്ല ഇത് മനസ്സിലാക്കാൻ. പക്ഷേ യേശു പഠിപ്പിച്ച കാര്യം ഒന്ന് കേൾക്കുക. വഴിയരികിൽ ഒരു അന്ധനായൊരു ഭിക്ഷക്കാരൻ ഇരിപ്പുണ്ട്. എവിടെയാണ് ഇരിക്കുന്നത്? വഴിയുടെ സൈഡിൽ. യേശുവാണ് പോകുന്നത് എന്നറിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ഉറക്കെ പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചു? ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചെന്ന് എഴുതിയിട്ടുണ്ട്? ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ.